ജന്മം, മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്നുള്ളത്, പ്രകൃതി എന്നുള്ളത് സംശുദ്ധമാണ്. സംശുദ്ധമാവുമ്പോൾ തന്നെ മലക്കുകളുടെ സാന്നിധ്യമാണ് അവനിക്ക് ഉണ്ടാകേണ്ടത്. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് തെറ്റ്, അവന്റെ മനസ്സിൽ മോശമായ ചിന്ത വരുമ്പോൾ തന്നെ അതിനെ തടയിടാൻ അവന്റെ ഖൽബിൽ നിന്ന് അള്ളാഹുവിന്റെ പക്ഷത്തു നിന്നുള്ള ഒരു ശബ്ദമുണ്ടാവും. ഒരു മനുഷ്യൻ അവൻ മുഅ്മിനാണ് എങ്കിൽ, അള്ളാഹുവിന് പൊരുത്തപ്പെട്ട മനുഷ്യനാണ് എങ്കിൽ, അവന് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ, അവനിക്കൊരു തെറ്റായ ചിന്ത വരുമ്പോൾ അള്ളാഹുവിന്റെ പക്ഷത്തു നിന്നുള്ള വാഇദുള്ള, അള്ളാഹുവിന്റെ പക്ഷത്തു നിന്നുള്ള റഹ്മത്തിന്റെ മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ആ തെറ്റിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. നോക്കൂ, ഇന്ന് നിങ്ങൾ ഈ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ഒരാൾ കിടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഹശ്റിലെ ലൗ അൻസൽന, അതിന്റെ അവസാന ഭാഗം ലൗ അൻസൽന ഒരു വട്ടം ഒരാൾ ഓതിയാൽ, ശ്രദ്ധിക്കണേ, ഒരാൾ ലൗ അൻസൽന ഒരു വട്ടം ഓതിയാൽ 70,000 മലക്കുകളുടെ അകമ്പടി സാന്നിധ്യം അവനിക്കുണ്ടാകുമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ ഓതിയാൽ എത്രയായി? കണക്ക് പറ. 1,40,000 മലക്കുകൾ നിന്റെ വീട്ടിൽ കാവല് നിൽക്കുകയാണ്. അങ്ങനെ കാവല് നിൽക്കുന്ന നിന്റെ വീട്ടിൽ നിന്റെ മകൾ നീ ഉറങ്ങുമ്പോൾ നീ അറിയാതെ ചാറ്റൂല. നിന്റെ ഭാര്യ നീ അറിയാതെ ഒരാൾക്കും മെസ്സേജ് അയക്കൂല. നിന്റെ മക്കൾ ഇരുട്ടിന്റെ മറവിൽ ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് കഞ്ചാവ് വലിക്കൂല. തോന്നിയ മാസങ്ങൾക്ക് നീ അറിയാതെ പോവുകയില്ല. കാരണം നിന്റെ വീട് നിയന്ത്രിക്കുന്നത് മലക്കുകളാണ്. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ ഒരു സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഇല്ലാതായി മാറി എന്നുള്ളതാണ്. പഴയകാല നന്മകൾ നമ്മുടെ വീട്ടിൽ ഇല്ലാതായപ്പോൾ നമ്മുടെ വീടുകൾ മലക്കുകളുടെ സാന്നിധ്യത്തിന് പകരം ഇബ്ലീസുകളുടെ, ശൈത്താന്റെ, പിശാചിന്റെ കേദാരമായി നമ്മുടെ വീടുകൾ മാറിപ്പോയി.